ഹലോ. നമ്മളെ ജിമെയിൽ അക്കൗണ്ട് പല സ്ഥലങ്ങളിൽ ലോഗിൻ ചെയ്തിട്ട് മറന്നു പോകാറുണ്ട് ചിലപ്പം ലോഗൗട്ട് ചെയ്യാൻ. അപ്പോൾ പിന്നീടാണ് അത് ഓർക്കുന്നതെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഓൾറെഡി ലോഗിൻ ചെയ്ത ഡിവൈസസ് എന്ന് നമ്മളെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ പാസ്വേഡ് ആർക്കെങ്കിലും ലീക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ലീക്ക് ചെയ്താലും വേറൊരാൾക്ക് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാണ്ടിരിക്കാൻ എന്തൊക്കെ ഫീച്ചർ എനേബിൾ ചെയ്യണമെന്ന് ഇന്ന് നോക്കാം. ജിമെയിലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ലീക്കായാലും അക്കൗണ്ട് ഡാറ്റ ആക്സസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഇവിടെ ഞാൻ എല്ലാ ഓപ്ഷൻസും എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ലെയർ സെക്യൂരിറ്റിയാണ്. അഥവാ നമ്മളെ പാസ്വേഡ് ലീക്കായാലും സെക്കൻഡ് വെരിഫിക്കേഷൻ ഇല്ലാതെ നമ്മുടെ ഡാറ്റയോ ഇമെയിലോ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാസ് കീയും ഫോൺ നമ്പറും മാത്രം ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് ആക്സസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായി യുവർ ഡിവൈസസിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലുള്ള കുറേ ഡിവൈസസ് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റിൽ നിങ്ങളുടെ അല്ലാത്ത ഏതെങ്കിലും ഡിവൈസോ സ്ഥലമോ കാണുകയാണെങ്കിൽ ആ ഡിവൈസിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി ആ ഡിവൈസിൽ നിന്നും സൈൻ ഔട്ട് ആവും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു വെരിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ടാപ്പ് യെസ് ഓൺ യുവർ ഫോണോ ടാബ്ലറ്റ് എന്ന മെത്തേഡ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൻ്റെ ജിമെയിൽ ആപ്പിൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും. ഇത് കൺഫേം ചെയ്യാതെ ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇതേപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്യൂ.